അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ച് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. അതിന് ഞാൻ ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരിയും ബീട്രൂട്ടും വെച്ചിട്ടാണ് ഇന്ന് പായസം. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. ഇത് ഇനി ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഇത് അടയിലാണ് ചവ്വരി ആദ്യം ഇട്ട് കൊടുത്ത്. ചവ്വരിക്ക് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ ആദ്യം അതിട്ടെടുത്ത് ഒന്നോ രണ്ടോ വിസിൽ വരുന്നവരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ തേങ്ങൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത്ര തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, ഇത് വേവാനുള്ള വെള്ളം. ഇനി ഇതൊരു ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അത് നല്ലോണം വെന്തിട്ടുണ്ട്. ചവ്വരി നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ മാറ്റാം. ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചവ്വരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. ആദ്യം വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലോണം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ടുള്ളൂ, കുറച്ചായതുകൊണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചവ്വരി എടുക്കണ അത്ര ബീട്രൂട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് കത്തിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചവ്വരി പിന്നെ സാബൂനരി അങ്ങനെയൊക്കെ പേര് പറയും. ഇനി വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ എനിക്കറിയില്ല. നല്ല കാണാനും നല്ല ഭംഗിയാണ്, നല്ല ഹെൽത്തിയാണ്. നല്ല മധുരമുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രസമുണ്ടാവും. ചില ബീട്രൂട്ട് നമുക്ക് കിട്ടുന്നത് മധുരം കുറവായിരിക്കും. ഇപ്പം ബീട്രൂട്ട് പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 വലിയ സ്പൂണ് പഞ്ചസാര ഇടാം. ഒരു 4 സ്പൂണ് 3 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. നോക്കിയിട്ട് വീണ്ടും ഇടാം. അതിലേക്ക് ഒരു 2 നല്ല കുരുവുള്ള ഏലക്കായാണ്, അത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി തേങ്ങൻ്റെ 1/4 പാല് 1 കപ്പ്. ഇനി തീ ഓഫ് ചെയ്യുക. ഒരു 3 സ്പൂണ് പഞ്ചസാര മതി. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് അണ്ടിമുന്തിരി വറുത്ത് കോര ഒഴിക്കുക. ശരിയൊന്നും ആവശ്യമില്ല കേട്ടോ. പാലും തേങ്ങാപ്പാലും ഇതൊക്കെ വന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി പായസം നമുക്ക് ഒന്ന് വറുത്ത് കോര അണ്ടിമുന്തിരി വെച്ചിട്ട് നെയ്യ് ഒന്ന് വറുത്ത് കോരിയിടാം. എത്ര എളുപ്പം സിമ്പിൾ പായസമാണ്. നല്ല കാണാൻ ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് മുമ്പ് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരുപാട് നെയ്യൊന്നും വേണ്ട. നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് മിൽക്ക് മേഡും കൂടി ഞാൻ അതിൽ ഒഴിക്കും. അണ്ടിമുന്തിരി ഒക്കെ ഒന്ന് പിച്ച് ഒഴിച്ചതിൻ്റെ ശേഷം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചിക്കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട്
പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി പായസമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കാണാനും കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരു വെറൈറ്റി പായസം ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിലേക്കൊരു 2 സ്പൂണും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ മിൽക്ക് മെയ്ഡ്. തേങ്ങാപ്പാലും പാലും ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് കൂടി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് മധുരത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നാച്ചുറൽ കളറാണ്, നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ കളറാട്ടോ. വേറെ ഒരു കളറും ചേർത്തതോ ഒന്നുമല്ല. അപ്പോൾ ഇതുപോലൊരു പായസം നിങ്ങളും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ ഗസ്റ്റിനൊക്കെ ഒരു പായസം കൊടുക്കുമ്പോൾ അത് ജ്യൂസ് പോലെയാണ് തോന്നുള്ളൂ കണ്ടാൽ. ഇത് നല്ല അടിപൊളി പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ കാണണം. പിന്നെ അറിയില്ലാത്തവർക്ക്, എൻ്റെ ചാനൽ കാണാത്തവർക്ക് നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, കാണുന്നവർ. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.